1964 ഡിസംബർ മാസം 22-ാം തീയതി അർദ്ധരാത്രി ഒരു ജനതയുടെ സ്വപ്നങ്ങളെ മൊത്തം തകിടം മറിച്ചുകൊണ്ട് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നഗരം പ്രേത നഗരമായി മാറിയ ആ രാത്രി. ഇറ്റ്സ് മീ ഷാബിൻ ഷംസുദ്ദീൻ. ധനുഷ്കോടിയുടെ റിയൽ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1800-ന്റെ അവസാന കാലഘട്ടത്തിലൊക്കെ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് അവിടെ തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കാനായിട്ട് ആളുകൾ പോകുന്നത് പതിവായിരുന്നു. അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നെങ്കിൽ തമിഴ്നാട്ടിലുള്ള തൂത്തുക്കുടി അല്ലെങ്കിൽ രാമേശ്വരം, ഈ രണ്ട് സ്ഥലത്ത് നിന്ന് ബോട്ടിൽ കയറിയിട്ടായിരുന്നു ശ്രീലങ്കയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ശ്രീലങ്കയിലെ തലൈമാന്നാർ എന്ന സ്ഥലത്തായിരുന്നു അവരിറങ്ങി അവിടുന്ന് കൊളംബോയിലൊക്കെ പോയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ. തൂത്തുക്കുടിയിൽ നിന്നും രാമേശ്വരത്തു നിന്നൊക്കെ കടൽ മാർഗം ബോട്ടിലൂടെ ശ്രീലങ്കയിൽ എത്തുന്നത് വളരെ റിസ്ക് പിടിച്ചൊരു പരിപാടിയായിരുന്നു. പലപ്പോഴും പല അപകടങ്ങളും ആളപായങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. അതുകൊണ്ട് ശ്രീലങ്കൻ സർക്കാരും ഇന്ത്യൻ സർക്കാരും കൂടി ആലോചിച്ചിട്ട് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലൂടെ കോമൺ ആയിട്ട് മറ്റൊരു ട്രാവൽ മാർഗം നോക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ ധനുഷ്കോടി ആ ഒരു സ്ഥലത്ത് രാമസേതു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആദം ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം അവർ കണ്ടുപിടിക്കുകയുണ്ടായി. ആ ഏരിയയിൽ കടലിന് ആഴം കുറവായതുകൊണ്ട് അവിടെ ഒരു പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള യാത്ര എളുപ്പമാകുമെന്ന് അവർ മനസ്സിലാക്കി. പക്ഷേ ഫിനാൻഷ്യൽ പ്രോബ്ലംസും മറ്റു കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. പാമ്പൻ റെയിൽവേ ബ്രിഡ്ജിന്റെ പണി 1911 ആരംഭിക്കുകയും 1914 കംപ്ലീറ്റ് ആകുകയും ചെയ്തു. 3 വർഷം കൊണ്ടാണ് ആ ഒരു റെയിൽവേ ബ്രിഡ്ജിന്റെ 2 കിലോമീറ്റർ നീളുന്ന റെയിൽവേ ബ്രിഡ്ജിന്റെ പണി തീർന്നത്. അങ്ങനെ തമിഴ്നാട്ടിലെ മണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, അതായത് ഇന്ത്യയിലെ മെയിൻ ലാൻഡിൽ നിന്ന് പാമ്പൻ ബ്രിഡ്ജ് വഴി രാമേശ്വരമായിട്ട് കണക്ഷൻ ഉണ്ടായി. പിന്നീട് രാമേശ്വരത്ത് നിന്ന് നമ്മുടെ ധനുഷ്കോടി വരെ റെയിൽവേ പാത നിർമ്മിക്കുകയും ചെയ്തു. ധനുഷ്കോടിയിൽ നിന്ന് ആവിക്കപ്പലിൽ കയറിയിട്ടാണ് ശ്രീലങ്കയിലെ തലൈമാന്നാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇന്ത്യക്കാരെത്തിയത്. തലൈമാന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ശ്രീലങ്ക കൊളംബോ വരെ റെയിൽവേ നിർമ്മിച്ചു. അങ്ങനെ ഈ ഒരു ഫുൾ സ്ട്രെച്ചിന് പറയുന്ന പേരാണ് ബോട്ട് മെയിൽ. അതായത് ചെന്നൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ പറയുന്ന രാമേശ്വരം കയറി ധനുഷ്കോടി വന്ന് ധനുഷ്കോടിയിൽ ആൾക്കാരെ ഇറക്കി അവിടുന്ന് ഫെറി, അതായത് കപ്പലിൽ കയറ്റി തലൈമാന്നാർ, ശ്രീലങ്കയിലുള്ള തലൈമാന്നാറിൽ എത്തിച്ച് അവിടുന്ന് വീണ്ടും ട്രെയിൻ കയറി കൊളംബോ വരെ ഉണ്ടായിരുന്നു ഈ ഒരു സർവീസ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ട്രെയിനിലും കപ്പലിലും ബോട്ടിലും ഒക്കെയുള്ള ഈ ഒരു സർവീസിന് ഒറ്റ ടിക്കറ്റ് കൊണ്ട് നമുക്ക് ശ്രീലങ്ക വരെയൊക്കെ എത്താൻ സാധിക്കുമായിരുന്നു. കോട്ടയത്തു നിന്നൊക്കെ ഈ ഒരു ബോട്ട് മെയിൽ സർവീസ് ഉണ്ടായിരുന്നു. അതാണ് ഈ ട്രെയിനിൻ്റെ കഥ. ഇനി ധനുഷ്കോടി എങ്ങനെയാണ് ഒരു ഗോസ്റ്റ് ഡൗൺ ആയെന്ന കഥ കൂടെ പറയാം. അതായത് 1964 ഡിസംബർ മാസം 22-ാം തീയതി അർദ്ധരാത്രി ആൻഡമാനിൽ രൂപപ്പെട്ട ഒരു ചുഴലിക്കാറ്റ് ശ്രീലങ്കയൊക്കെ തകർത്തെറിഞ്ഞ് ഇന്ത്യൻ തീരത്ത് എത്തുകയുണ്ടായി. 2-3 ദിവസത്തിന് ശേഷം അത് ആഞ്ഞടിച്ചത് നമ്മുടെ രാമേശ്വരം, ധനുഷ്കോടി ആ ഏരിയയിലാണ്. 1800ഓളം പേര് മരണപ്പെടുകയുണ്ടായി. അതുകൂടാതെ ആ സമയത്ത് തന്നെ ധനുഷ്കോടിയിലേക്ക് പിക്നിക്കിന് വന്ന കുറച്ച് കുട്ടികളും ശ്രീലങ്കയിലെ തേയില ഫാക്ടറിയിലേക്ക് അല്ലെങ്കിൽ തേയിലത്തോട്ടത്തിലേക്ക് പണിക്ക് പോയ കുറച്ച് ജോലിക്കാരും അടങ്ങുന്ന ഒരു ട്രെയിൻ നമ്മുടെ പാമ്പൻ പാലത്തിലൂടെ വരികയുണ്ടായി. അതും ഈ ഒരു കൊടുങ്കാറ്റിൽ തകരുകയുണ്ടായി. ഏകദേശം 115ഓളം പേര് അതിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം മരിച്ചു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ. 1800ഓളം പേരാണ് ആ ഒരു ദുരന്തത്തിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടും തുടച്ചു നീക്കപ്പെട്ടത്. അതിനുശേഷം ഈ ഒരു സ്ഥലം താമസയോഗ്യമല്ല എന്ന് പ്രഖ്യാപിക്കുകയും ഇവിടെയുള്ളവരൊക്കെ മാറി താമസിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആർക്കും വേണ്ടാത്ത ഒരു ഗോസ്റ്റ് ടൗൺ, ഒരു പ്രേത നഗരമായി നമ്മുടെ ഈ ധനുഷ്കോടി മാറുകയുമുണ്ടായി. ആ 1964 ആ ചുഴലിക്കൊടുങ്കാറ്റിൽ ധനുഷ്കോടിയിൽ അധികം കേടുപാടുകളൊന്നും പറ്റാതെ പിടിച്ചു നിന്ന ഒരു അമ്പലമുണ്ട്, കോദണ്ഡരാമർ ടെമ്പിൾ. നിങ്ങളിപ്പോൾ ധനുഷ്കോടി വന്നാൽ കാണാൻ പറ്റുന്ന മെയിനായിട്ടുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അരിച്ചൽ മുനമ്പിൽ പോയി അവിടുന്ന് ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ചേരുന്ന കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ ധനുഷ്കോടി പഴയ ടൗണിൽ വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ ഇവിടുത്തെ നഗരത്തിൻ്റെ ശേഷിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് പൊട്ടിയ പള്ളികളും സ്കൂളുകളും ആരാധനാലയങ്ങളും പിന്നെ ആശുപത്രികളും പിന്നെ ഈ പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെയാണ് ധനുഷ്കോടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവരൊക്കെ ഭയങ്കര സ്നേഹത്തോടെ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും അവരുടെ കഥകളൊക്കെ പറയുകയൊക്കെ ചെയ്യും. പിന്നെ ധനുഷ്കോടിയിൽ മെയിനായിട്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡാണ്. സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ ലൈവായിട്ട് ഫിഷ് നിങ്ങൾക്ക് കഴിക്കാനൊക്കെ പറ്റും. പിന്നെ ഇവിടുത്തെ കടലിൽ നിന്ന് എടുക്കുന്ന ശംഖ് അങ്ങനെയുള്ള മറ്റ് വസ്തുക്കളും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അതൊക്കെയാണ് ധനുഷ്കോടിയിലെ മൊത്തത്തിലുള്ള കാഴ്ചകൾ. ഇതുകൂടാതെ ധനുഷ്കോടിയിലെ ജീവിതങ്ങളും നിങ്ങൾ നേരിട്ട് കാണണം. ജസ്റ്റ് വന്ന് സ്ഥലം കണ്ടിട്ട് പോകാതെ. ഞങ്ങളും അങ്ങനെയുള്ള കുറച്ച് ജീവിത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു. അതിൻ്റെ 1-2 ഡീറ്റെയിൽസും ഞാനിപ്പോൾ കാണിക്കാം.
നമുക്ക് ഇതൊക്കെ ഏതൊരു ബിൽഡിങ്ങിൻ്റെ റൂഫാണ്. കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ മണ്ണിനടിയിലാണ്. ഈ കെട്ടിടങ്ങളുടെയൊക്കെ അടിയിൽ സബലീകരിക്കാനാവാത്ത എത്രത്തോളം സ്വപ്നങ്ങളുണ്ടായിരിക്കും അല്ലേ. നമുക്കൊക്കെയാണ് ഈ അവസ്ഥയെങ്കിൽ സഹിക്കുമോ? ഉണക്കമീൻ എന്നാ മീനമ്മ ഇത്? ചാളയാ? സ്കൂളിൽ പോലെയാ? ധനുഷ്കോടിയിൽ കാണേണ്ട സ്ഥലങ്ങളല്ല, ഇവിടുത്തെ ജീവിതങ്ങളാണ്. ഞാനിപ്പം അതിൽ നടന്നപ്പം ഒരു പ്രായമുള്ള ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിനെ കെട്ടിയിട്ടേക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ പണ്ട് സൂയിസൈഡ് ചെയ്തു, മകളും സൂയിസൈഡ് ചെയ്തു. എന്താ കാരണം എന്നൊന്നും അറിയത്തില്ല. അദ്ദേഹത്തിന് അതിനുശേഷം മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പം ഒരു വീടും ചെറിയൊരു ഓലമേഞ്ഞ ചെറിയൊരു വീടും അതിന് ഫ്രണ്ടിൽ ചെറിയൊരു ഷെഡിൽ അദ്ദേഹത്തെ കെട്ടിയിട്ടേക്കെന്ന് പറഞ്ഞാൽ കാലിൽ ഇങ്ങനെ ചങ്ങലയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു വടവും ഉണ്ട്. അപ്പം ഓടാനൊന്നും പറ്റത്തില്ല, അതിനുവേണ്ടി അങ്ങനെ ചെയ്തേക്കുന്നത്. ഇത് ഇവിടുത്തെ ഹോസ്പിറ്റലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത്യാവശ്യം വലിയൊരു ബിൽഡിങ്ങാണ്. റൂഫോ കാര്യങ്ങളോ ഒന്നുമില്ല. തൂണുകൾ സ്ട്രോങ് ആയതുകൊണ്ട് അത് പറഞ്ഞു പോയിട്ടില്ലായിരുന്നു തോന്നുന്നു. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും കൂടിച്ചേരുന്ന പോയിന്റ് കാണാൻ പറ്റുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സ്ഥലമാണ് ധനുഷ്കോടി. ഇതിൽ ഇന്ത്യൻ മഹാസമുദ്രവും ആൺകടലും ബംഗാൾ ഉൾക്കടൽ പെൺകടലുമാണെന്നാണ് ഇവർ വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെ പോസ്റ്റ് ഓഫീസും ടെലിഗ്രാം സെൻറ്ററും കസ്റ്റംസ് സെൻറ്ററും എല്ലാം ഉണ്ടായിരുന്ന സ്ഥലമാണ് ധനുഷ്കോടി. ധനുഷ്കോടി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലോട്ട് വരുന്ന ആദ്യത്തെ ഒരു ഫ്രെയിം ഈ പഴയ പോർച്ചുഗീസ് പള്ളി തന്നെ ആയിരിക്കും. പുള്ളി തകർന്നു, അകത്തെ അൾത്താരയ്ക്ക് മാത്രം കേടുപാടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ കാഴ്ചകളിലേക്കാളൊക്കെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലങ്ങളൊക്കെ കുറച്ചുകൂടെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. ഫുള്ള് പണികളും കാര്യങ്ങളൊക്കെയാണ്. പണ്ട് ആ ഒരു ഗോസ്റ്റ് ടൗണിൻ്റെ ലുക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയൊരു പക്ക ടൂറിസ്റ്റ് പ്ലേസ് എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ മാറിയ പോലെയൊക്കെ തോന്നുന്നു. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്താ അറിയോ, ഇവിടെയൊക്കെ കിണറുകളുണ്ട്. കടലുമായിട്ടൊക്കെ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള കിണറുകളാണെങ്കിൽ കൂടി നല്ല വെള്ളമാണ്. നമുക്ക് ഒരു നോക്കാം. കൊള്ളാം. മറ്റേ ചെറിയ കുഴൽക്കിണർ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. எங்கே தோணாலும் நல்ல வெள்ளம் தான், கடற்காரையில் தோணினாலுமே நல்ல வெள்ளம் தான். இந்த ஏரியா பூரா ராமர் பாலம் பட்ட காடு, அதனால எங்கே தோணாலும் ஸ்வீட் பண்ணி தான். സിമ്പിൾ ആൻസർ. രാമൻ്റെ കാൽപാദം പതിഞ്ഞ ഭൂമിയായതുകൊണ്ട് കടലാണെങ്കിൽ കൂടി എവിടുന്ന് കുഴിച്ചാലും നല്ല വെള്ളമാണെന്ന് പറയുന്നത്. അത് സയൻറ്റിഫിക്കലി എങ്ങനെയാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. സാധാരണ കടൽ തീരത്തേക്കുള്ള കിണറ്റിലെ വെള്ളം എന്ന് പറയുന്നത് ഉപ്പല്ലേ, ഇതങ്ങനല്ല. ഇവിടുത്തെ സ്ട്രീറ്റിലൂടെ നടക്കുവാണെങ്കിൽ രണ്ട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. ലൈവായിട്ടുള്ള ഫിഷുകൾ നമുക്ക് ഫ്രൈ ഒക്കെ ചെയ്ത് കഴിക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ കടലിൽ നിന്ന് പിടിക്കുന്ന ശംഖ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുള്ള കടകളുണ്ട് ഇവിടെ. അങ്ങനത്തെ കടകൾ മാത്രമേ ഉള്ളൂ. പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതാണ് ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷൻ. നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ശ്രീലങ്കയിലേക്കൊക്കെ പോകാനായിട്ട് അവസാനം വന്നിറങ്ങിയിരുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിലാണ്. ആ വലിയ തൂണുകൾ റെയിൽവേ സ്റ്റേഷൻ്റെ വാട്ടർ ടാങ്ക് ആയിരുന്നു. ഒരു കാര്യം പറയാതെ വയ്യ, വലിയ ദുരന്തത്തെയൊക്കെ നേരിട്ട ജനങ്ങളായതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കാല് അവിടെ മുകളിലേക്ക് കൊണ്ടിട്ട് വെരിക്കോസിനായിരുന്നു, നരമ്പ് മുന്നൂറ്റി കയറിയിട്ട് രക്തം ചീറ്റായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടെ വന്നിട്ട് എന്തൊക്കെയൊക്കെ തേച്ച് കെട്ടിയൊക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ എടുത്തിട്ട് വന്ന് വെള്ളത്തിൻ്റെ പൈസ ഒന്നും മേടിക്കുന്നത് കടയുള്ളത്. നല്ല മനുഷ്യരാണ്. നമ്മളിവിടെ വന്നപ്പോൾ തൊട്ട് ഇങ്ങനത്തെ മൊത്തം കാഴ്ചകളാണ്. പഴയ റെയിൽവേ ട്രാക്കിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ എന്തുമാത്രം മനുഷ്യർ സ്വപ്നം കണ്ടു വന്നിറങ്ങിയ സ്ഥലമല്ലേ. ഞാൻ നിങ്ങളോട് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടറിഞ്ഞ കാര്യങ്ങളും പല വീഡിയോസിൽ നിന്നൊക്കെ റെഫർ ചെയ്തൊക്കെ എടുത്താണ്. പക്ഷേ ഇതൊക്കെ നേരിട്ട് ഇത് അനുഭവിച്ച കുറച്ച് പേരുടെ അടുത്ത് നിന്ന് അറിയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? കുറച്ചും കൂടെ നമുക്കതിന് ഡീപ്പായിട്ട് അന്നേരത്തെ അവരുടെ ഒരു വികാരമോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം പെട്ടെന്ന് ഇല്ലാതാകുന്ന ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ധനുഷ്കോടിയിൽ വന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇവിടെ കുറേ മീൻ കടകളൊക്കെ ഉണ്ട്, മീനും ഊണും ഒക്കെ കിട്ടുന്നത്. അവിടെ നിന്ന് കഴിച്ച് അവിടുത്തെ ഒരു അക്കായിട്ട് പരിചയപ്പെട്ട് അക്കയുടെ വീട്ടിൽ അതിനൊക്കെ ദൃക്സാക്ഷിയായിട്ടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ടൊന്ന് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു ചെറിയ അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് പോകണം. പാട്ടി വണക്കം പാട്ടി. ഇതാണ് നമ്മുടെ പാട്ടിമാർ. അന്നത്തെ ആ ഒരു ദുരന്തം നേരിട്ട് അനുഭവിച്ച രണ്ടുപേരെ നമുക്ക് കിട്ടിയേക്കണം. நைட்டு 12 மணி இருக்கும், மழையும் காற்று வரும்போது. நைட்டு காலையில் மழை தூரிக்கிட்டே கிடந்துச்சு. காலையில் மழை இருக்குது, மழை நல்லா தூரிக்கிட்டு காற்று உரமாக இருக்குது. அதோட நாங்கள் வீட்டுவெல்லாம் படுத்துகிறோம். அப்போ மழை புண்ணு மழை அந்த அங்கேருந்து போலீஸ் இருக்குது.
ரேஷன் கடை இருக்குது. ரேஷன் கடை ஆமாம் அங்கே இருக்குது. ஆமாம் அங்கே உடஞ்சி போச்சு எல்லாமே. சத்திரம் சாது மாடு இருக்குது, சத்திரம் எல்லாமே அழிஞ்சிருச்சு. அப்புறம் இந்த அரிசி எங்கள் அம்மா போய் அரிசி இதெல்லாம் வாங்கி கூப்பனுக்கு வச்சுட்டு நாங்கள் வீட்டுல தூங்கிட்டோம். வீட்டுல எங்கள் அக்கா என்னோட கூட பிறந்தது அவங்க அங்கே போயிட்டாங்க. அவங்க மாமா வீட்டு போயிட்டாங்க. அவங்களுக்கு கல்யாணம் யாருக்குமே கல்யாணம் கிடையாது எங்களை. ஆமாம் அங்கே போயிட்டாங்க. அப்போ காற்று மழையே வந்துருச்சு. நான் இவங்களாம் சின்ன பிள்ளை, 7 வயசு இருக்கும். 11 வயசு. அதோட மழை வரவும் துண்டு துணியை தூக்கிட்டு நனையுது. பொத்துன்னு கடை அடிக்குது. எல்லாம் பறிச்சிருச்சு. இருக்க முடியலை. மழை சரியான மழை. இடியும் மின்னலுமா வந்துக்கிட்டு இருந்துச்சு. ஆமாம் அதோட இதுக்கு மீறி நம்ம இருக்கக்கூடாது, பிள்ளைகளை காப்பாற்றணும்னு சொல்லிட்டு எங்கள் அம்மா 4 குடும்பத்துக்காரர் பூரா பெருமை சேர்ந்து எங்களை கையில் பிடிச்சிக்கிட்டே போயிட்டு இருக்கும்போது பசி எங்களுக்கு தாங்க முடியல. மண் சரியான மண் இறக்கி எல்லாம் மண் எங்களுக்கு எந்த உணவும் கொண்டு போக முடியல. நாங்கள் கோயிலில் போய் தங்கிட்டோம். அதோட கோயிலில் பெரிய கோயிலில் இருக்குச்சிக்கிட்டாங்க. இருந்துட்டு ஒரு 10 நாள் இருந்தோம் நாங்கள் கோயிலையே. அதோட வந்து அங்கே போச்சுக்கிட்டாங்க. எங்களை எல்லாரும் போச்சுக்கிட்டாங்க. கேம்பு இருக்குது, மண்டங்கேப்பு அகதிமானில் போய் சேர்ந்துட்டாங்க. அங்கே வந்து அந்த ராமேஸ்வரம் வந்து கோயில் மட்டும்தான், வர வீடு வாசம் எதுவுமே கிடையாது. இப்போத்தான் எல்லாமே உண்டு. இங்க தனுஷ்கோடிக்கு திரும்பி எவ்வளவு நாளுக்கு சேஷம் வந்தாச்சு? அதோட வந்து இங்கேயும் நாங்கள் தனுஷ்கோடிக்கு வந்து வரல. வந்து நடராஜபுரம் சொல்லிட்டு ஒரு ஊர் இருக்கு. நம்ம ஒரு ஸ்டாப்புக்கு பக்கத்தில் நடராஜபுரம் சொல்லிட்டு அவர் ஒரு களைகிட்டு வந்தார். களைகிட்டு வந்ததே எங்களுக்கு வீடு கொடுத்தது. அதோட அங்கே தங்கிட்டோம். அதோட எங்களுக்கு அங்கே உழைக்கிறதுக்கு எதுவுமே இல்லை. வீடு மட்டும்தான் இருக்கு எங்களுக்கு. இங்கே வருமானம் வர முடிச்சுக்கிட்டு நாங்கள் மீனவர்கள் எல்லாருமே மீன் முடிச்சாதான் சாப்பிட முடியும். அதனால எல்லாருமே நம்ம இங்கே வந்து எல்லாருமே இங்கே என்ன வருமானம் கிடைக்குது அதைத்தான் எங்கள் ஆம்பளை வச்சு ஓட்டுது. அதை வச்சுதான் பொழுதுபோக்குறாங்க. இல்லைன்னா இல்லை எங்களுக்கு. இந்த குச்சி கட்டுறதுனாலும் காற்று மழை வந்து பார்த்தீங்களா ரொம்ப கஷ்டம் இருக்கு. பாருங்க எப்படிங்க போட்டுக்க முடிச்சுட்டு. ஆணைய அரசு இல்லை எங்களுக்கு. எனக்கு இல்லை, என் மகளுக்கு இல்லை. எல்லாம் சரியா எல்லாம் இங்கே தான் நாங்கள் கிடக்கும். ஏதாவது ஏதாவது பண்ணி ஆகணும். ஏதாவது കട്ടി എന്താ தேவை. ധനുഷ്കോടിയൊക്കെ വന്ന് കണ്ടിട്ട് പോകുന്നവർ ഇങ്ങനെ ഒരു കാര്യങ്ങളും കൂടെ ഇവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇത് இந்த மழையில வந்தாலும் சோளரும் சரியா தெரியுதில்லை, லைட்டு சரியா தெரியுதில்லை. எங்களுக்கு இந்த பெருசல் வந்து கரண்ட் இல்ல, ഇവിടെ கரண்ட் இல்ல, சோலார் வச்சிட்டாണ് ചെയ്യുന്നത്. ஒரு கடை எங்கேயும் வச்சுக்கிட்டு இருக்கு. அதுக்கு ஒன்றும் கிடையாது, விற்கிறது லைட்டு கூட கிடைக்குதில்லை. ஒரு காற்று மழை வந்தாலும் போட முடியல, போக முடியல. ஒரு வளர்த்து கூட ஒரு லைட்டு கிடைக்குது, வைக்கல, எதுவும் கொண்டு போக முடியல. சும்மா தான் போடுறாங்க. சங்கமுள் கிடக்கும், ஏதாவது கிடைக்கும், குத்தும் வைக்கும் வாங்கும். அது கூட லைட் இல்லையா കടയിൽ പോകുന്നത്. ഇങ്ങനെ സ്ഥലമൊക്കെ ഒന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ തോന്നും. പക്ഷെ അതിന്റെ പുറകിൽ ഇങ്ങനത്തെ കുറെ കഥനകഥകളുണ്ട്. ധനുഷ്കോടിയിലേക്കുള്ള ബൈക്ക് റൈഡ് എൻജോയ് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. ഇവിടെ എത്തുന്നവരെ അത് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ 1964 ഇവിടെ നടന്ന സംഭവങ്ങളെപ്പറ്റി മനസ്സിലാക്കുകയും അത് നേരിട്ട് അനുഭവിച്ച ആളുകളെ കാണുകയും അവരുടെ വേദനകൾ അടുത്തറിയുകയുമൊക്കെ ചെയ്തപ്പോൾ ഒരു നൊമ്പരത്തോടെ മാത്രമേ ഈ യാത്ര അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പല കാരണങ്ങളാൽ സ്വന്തം നാട് വിട്ടു പോകേണ്ടി വന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് അവർ വിശ്വസിച്ചിരുന്ന കടലും ആകാശവും തന്നെയാണ്. എന്നിട്ടും അവരിൽ ചിലർ തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊരു വിശപ്പിന്റെ വിളി ഒളിഞ്ഞിരിപ്പുണ്ട്. ജനിച്ചു വളർന്ന നാട്ടിൽ കറണ്ടും വെള്ളവും ഗ്യാസും ഒന്നുമില്ലാതെ അഭയാർത്ഥികളെ പോലെ ജീവിക്കുന്ന ഒരുപറ്റം മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ധനുഷ്കോടി ഒരു കൗതുക കാഴ്ചയായിരിക്കാം. പക്ഷേ ഉറ്റവരും ഉടയവരും സ്വപ്നങ്ങളും മണ്ണിലടിയിലായ ഇവിടുത്തെ ജനതയ്ക്ക് ഇതൊരു നൊമ്പര ഭൂമിയാണ്.